அடடா, இது யார் வந்திருக்கான் பாரு. என்னமோ சொல்லணும் போல இருக்கே. சொல்லு கண்ணா. அது பாருடா, வெக்கமா? சரி சரி, நீ சொல்றதுக்கு முன்னாடி நான் ஒன்னு சொல்லட்டுமா? ரொம்ப நாளாச்சு நீ என்கிட்ட நாட்டியம் கத்துக்கிட்டு இருக்க. இன்னைக்கு நான் பாடுறேன், நீ ஆடு. சரியா? சரி, பாடுங்க. ஆடிட்டா போச்சு. Jam, tari tari tajam, tari tajam, tari tajam, tajam. Takka tikku ta dingina to, takka tikku ta dingina to, takka tikku ta dingina to. Idai yaadai தேவையில்லை, என் கண்கள் கூறும் கதையினில்லை. நடனம் என்றால் என் பாதம் பிடைக்க റിമംബറൻസ് തിയേറ്റർ ഖത്തർ ചാപ്റ്റർ അവതരിപ്പിക്കുന്ന റേഡിയോ നാടകം ദേവദാസി. ഓഫ്, അടിപൊളി. എടാ ആദി, 2 സ്റ്റെപ്പ് ഇതുപോലെ കളിച്ചു കാണിച്ചേ. ഒന്ന് മിണ്ടാനെന്നെ, ഞാൻ ഒന്ന് കാണട്ടെ ഇത്. പ്ലീസ് ആദി, 2 സ്റ്റെപ്പ് മാത്രം. അമ്മ ഇപ്പൊ വരും, നമുക്ക് രണ്ടുപേർക്ക് നല്ല വഴക്ക് കിട്ടുവേ. അത് കുഴപ്പമില്ല, ഞാൻ ഡോർ അടയ്ക്ക. ഞാൻ പാടാ, നീ റാജേ. അയ്യോ അമ്മ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ, ഞാൻ വേഗം പോയി കുളിക്കട്ടെ. പാറു, നീ റെഡിയായില്ലേ? ആദ്യം എവിടെ? അവൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അത് ശരി. രണ്ടും കൂടി കമ്പ്യൂട്ടർ കണ്ടിരിക്കായിരുന്നോ? അത് മോളെ പാർവതി, നിനക്ക് സ്കൂളിൽ പോവാൻ ലേറ്റ് ആയല്ലോ. പോയി ബാഗ് എടുത്ത് പാക്കി. ഈ കുന്ത്രാണ്ടത്തിന്റെ മുന്നിലിരുന്ന് കഴിഞ്ഞാ പിന്നെ രണ്ടിനും സ്കൂളിൽ പോകണമെന്നൊരു ചിന്തയില്ല. ആദി, മോനെ ആദി, കുളി കഴിഞ്ഞില്ലേ ഇതുവരെ? താളം ചവിട്ടി അവിടെ തന്നെ നിന്നോ. അച്ഛനെങ്ങാനും കേട്ടിട്ട് വന്നാ മതി, എനിക്കാ കിട്ടുക. ദൈവമേ, ഇന്റർസിറ്റിയോ? ചോറ് പോലും വെന്തിട്ടില്ല. ഈ പിള്ളേരുടെ പിന്നാലെ നടന്ന എന്റെ സമയം കൂടി പോവാണല്ലോ. പിള്ളേരെ 8:45 വേഗം ആയിക്കോട്ടെ. രാജേട്ട് കുളിച്ചിറങ്ങിയാവോ? ഇന്റർസിറ്റി പോയിട്ട് നീ വേഗം ഇറങ്ങാൻ നോക്ക്. കടയുടെ താക്കോലെവിടെ? രാജേട്ട, ആ മേശമില്ലേ നോക്കിയേ. എന്താ രാവിലെ തന്നെ ചക്കനായിട്ടൊരു തർക്കം? 8:45 കുളിച്ചിറങ്ങിയിട്ടില്ല അവൻ. അതെങ്ങനെയാ? കഥകളിയും കഴിഞ്ഞ് ഇറങ്ങണ്ടേ? പറഞ്ഞ കേക്കില്ല എന്നുള്ള വാശി അവന്. അത് പിന്നെ അവളുടെ ക്ലാസ് ഓൺലൈൻ അല്ലേ, അപ്പൊ അവനും കേട്ട് പഠിക്കില്ലേ. വെറുതെ അവനെ കുറ്റം വെക്കണ്ട. എവിടെന്നായാലും ഭരതനാട്യം പഠിക്കണ്ട, അത്ര തന്നെ. എന്നിട്ട് വേണം ഒരുമാതിരി നടപ്പും സംസാരമൊക്കെ ആയിട്ട്. അവന് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. പഠിച്ചോട്ടെ, സമ്മതിച്ചൂടെ രാജേട്ടന്? എടി, മൂത്തോര് പറയുന്നത് നല്ലതിനാ. അത് മനസ്സിലാക്കാൻ അവനെ ആദ്യം പഠിപ്പിക്ക്. അതിനെങ്ങനെയാ? നീയും അവനോട് ഒപ്പം കിടന്നതുള്ളല്ലേ? പറയാനുള്ളതൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ കേക്കില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? ആദ്യം നീ ചെയ്യേണ്ടത് ആ ഓൺലൈൻ ക്ലാസ് നിർത്താന്നുള്ളതാണ്. പെണ്ണിനെ അവിടെ വിട്ട് പഠിപ്പിക്ക്. ആ ടീച്ചറിന്റെ അടുത്ത് എത്താൻ തന്നെ 1 മണിക്കൂർ പിടിക്കും. അതല്ലേ നമ്മൾ ഓൺലൈൻ ആക്കിയത്. എടി, ആണുങ്ങൾക്ക് കളിക്കാൻ പറ്റാവുന്ന എന്തോരം കലാരൂപങ്ങളുണ്ട്. അതൊന്നും അവനും പറ്റൂല. ഭരതനാട്യം തന്നെ വേണം. അവനെന്തെത്ര വാശി? രാജേട്ടാ, ഇനി സമയം കളയണ്ട, ഇറങ്ങാൻ നോക്ക്. ഞാൻ അവനോട് സംസാരിച്ചോളാം. കൊറേ കഴിയുമ്പോഴേ ചെക്കൻ കുണുങ്ങി കുണുങ്ങി നടക്കുമ്പോ കൂടെ നടന്നോ, കാണാൻ നല്ല രസമായിരിക്കും. തോമസ് ചേട്ടാ, അല്ല ഇന്ന് ഡാൻസ് ക്ലാസ് ഒന്നുമില്ലേ? ടീച്ചർ ലീവിലടാ, 1 മാസം കഴിയും. എന്തേ? ഒന്നുമില്ല, ചേച്ചിയുടെ ഡാൻസ് ഡ്രസ്സേ സ്റ്റോറിലുണ്ട്, ഒന്ന് എടുക്കാൻ വേണ്ടിയാ. ബെസ്റ്റ്.
നീ രാവിലെ എത്തിയല്ലോ ഇവിടെ. അപ്പൊ പറയായിരുന്നില്ലേ ഈ ക്ലാസ് തീരാൻ വരെ കാത്തിക്കണ. ഞാൻ സ്റ്റോർ പൂട്ടി താക്കോലെടുത്തു. അയ്യോ തോമസ് ഏട്ടാ, അങ്ങനെ പറയല്ലേ. ഞാൻ ഡ്രസ്സ് എടുത്ത് ചാവി വേഗം തിരിച്ചുതരാം പ്ലീസ്. ആ അത് വേണ്ട, അതിന്റെ ഉള്ളിലേ കുറെ സാധനങ്ങളുണ്ട്. എന്തെങ്കിലും മിസ്സായാലേ പ്രിൻസിപ്പാൾ എന്നോട് ചോദിക്കുക. എന്റെ പൊന്നു തോമസ് ഏട്ടാ, എനിക്ക് അതിൽ നിന്ന് വേറെ ഒന്നും വേണ്ട. ഇതില്ലാതെ ചെന്ന അമ്മ സീനാക്കും, അതുകൊണ്ടാ. സീന അടിപൊളിയാണല്ലോടാ. തോമസ് ഏട്ടാ പ്ലീസ്. തോമസ് ഏട്ട ഇപ്പം എന്താ വേണ്ടേ? വീട്ടിൽ പോണം. പൊക്കോ. ചാവി നാളെ രാവിലെ തോമസ് ഏട്ടൻ്റെ കയ്യിലുണ്ടാവും. അതിൻ്റെ അകത്ത് ഇപ്പം എന്താ എടുക്കാനുള്ളത്? കുറെ തുണിയും മാലയും വളയും, അതും റോൾഡ് ഗോൾഡ്. സ്വർണ്ണക്കടയിൽ ലോക്കറൊന്നല്ലല്ലോ. ചെറുക്കനെ കൊണ്ട് വലിയ തോരക്കേടായില്ലോ. എന്നിട്ടിപ്പോ എവിടെ വെച്ചത്? നാളെ രാവിലെ എന്നെ കൊണ്ടുവന്നോട്ടാ, മറക്കരുത്. ശരി തോമസ് ഏട്ടാ, നിങ്ങളൊരു സംഭവം കേട്ടോ. പൊന്നെ അങ്ങാതി പണി കളയരുതിട്ടാ. തുമ്മിയാ തെറിക്കുന്ന പണിയാണെങ്കിലേ അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കുന്നത് തോമസ് ഏട്ടാ. കുരുപ്പേ തമാശ കളിക്കരുതിട്ടാ. ഇല്ല എൻ്റെ തോമസ് ഏട്ടാ. തോമസ് ഏട്ടനൊരു കാര്യം. അമ്പോ എന്തുമാത്രം സാധനങ്ങളാ. ഓ, ഞാൻ ആദ്യമായിട്ടൊരു നട്ട് വാങ്ങാൻ തുടങ്ങുന്നേ. ദേ ചെലങ്ക. ഹായ്, നല്ല ശബ്ദം. ആ ഇത് കൊള്ളാം. തേയ് തേയ് താം, തേയ് തേയ് താം, തുറന്നു കിടക്കണ്ടല്ലോ. തേയ് തേയ് താം, തേയ് തേയ് താം, തേയ് തേയ് താം, തേയ് തേയ് താം. നീയാ? അയ്യോ ഹെഡ് മാഷ്. നന്നായി ഡാൻസ് കളിക്കണ്ടല്ലോടാ. ഞാൻ വിചാരിച്ചത് പെൺകുട്ടികളാണെന്നാ. അത് ഞാൻ വെറുതെ. നീ ഡാൻസ് പഠിച്ചിട്ടുണ്ടോടാ? ഏയ് ഇല്ല. ആ നീ നന്നായി കളിക്കണ്ടല്ലോടാ. എന്നാ പഠിച്ചൂടെ? ചിലങ്ക ഞാൻ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് മാഷെ. ഞാൻ പോട്ടെ. അല്ലടാ നിക്ക് ചോദിക്കട്ടെ, ഈ സ്റ്റോർ റൂമിന്റെ താക്കോൽ എവിടെ നിന്ന് കിട്ടി? തോമസ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാ. എന്തിന്? ചേച്ചിയുടെ ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി വന്നേ. എന്നിട്ട് ഡ്രസ് എവിടെ? ഇല്ല മാഷെ, അതിവിടെ കാണുന്നില്ല. അവളെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ഞാൻ ചോദിച്ചോക്കാം. ആ താക്കോലും കിട്ടുതാ, അയാൾക്കുള്ള ഞാൻ കൊടുത്തോളാം. അയ്യോ വേണ്ട മാഷെ, ഞാൻ നാളെ രാവിലെ തന്നെ കൊടുക്കാന്ന് പറഞ്ഞ് മേടിച്ചതാ. ഇനി എന്റെ അനുവാദം ഇല്ലാതെ ഈ സ്റ്റോർ റൂം എങ്ങാനും തുറന്നാല്. സോറി മാഷെ. വീട്ടിൽ പോടാ. രാജു, ആ ടേബിളില് 2 ചായ. ശരി ചേട്ടാ. ആ സജീവ് മാഷ കൊട ഇവിടെ വെച്ചോ. ആ അല്ല, ഇന്ന് നേരം വൈകിയ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നതേ. ഈ സമരവും ഹർത്താലും കാരണം ക്ലാസ്സൊക്കെ പോയി കിടക്കുക. എല്ലാ ദിവസവും സ്പെഷ്യൽ ക്ലാസ് വെക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടെന്താ, ടീച്ചർമാർക്കും പിള്ളേർക്കും എന്നെ കണ്ണിൽ കണ്ടുകൂടാ. രാജു, സാർക്ക് കേക്ക് വിത്തൗട്ട്. ശരി ചേട്ടാ. വരുന്ന വഴിയേ ആദ്യത്തിന് കണ്ടിരുന്നു, ചെറുതായി ഒന്ന് വിരട്ടി വിട്ടുണ്ട്. എന്തുപറ്റി മാഷേ? ഏയ് കാര്യമൊന്നുമില്ല. സ്റ്റോർ റൂമിൽ ആവശ്യമില്ലാണ്ട് കയറിയാൻ അവനെ പൊക്കിയതാ. സ്റ്റോർ റൂമിലാ? അവനെന്തെങ്കിലും എടുത്ത മാഷ അവിടുന്ന്? അവൻ ചേലങ്കി എന്തൊക്കെ എടുത്ത് കെട്ടിണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ അഴിച്ചു മാറ്റി. അതൊക്കെ എന്തിനാ അവന്? അത് ശരി, അത് നിങ്ങൾക്കറിയില്ല. അവൻ നന്നായി ഡാൻസ് കളിക്കണ്ടെന്നേ. ആ ചേട്ടാ എത്രയായി? ആ രാജു, ഇവിടെ എന്താ? 2 പൊറോട്ട ഒരു ബീഫ് റോസ്റ്റ്. അപ്പൊ 20, 80, 100. കിട്ടിയില്ലേ? ആ കിട്ടി. ആ മാഷേ, ഇപ്പോഴും ഓർമ്മ വന്നേ. അവനോട് ഞാൻ സിനിമാറ്റിക് ഡാൻസ് പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരിക്കും. ചേലങ്ക കെട്ടിട്ടാണോ സിനിമാറ്റിക്? ഏയ് ഇത് ക്ലാസിക്കൽ ഡാൻസ് ആണോ? ഞാൻ ആദ്യം അത് പെൺകുട്ടികളാണെന്ന് വിചാരിച്ചത്. ഉള്ളത് പറയാമല്ലോ, ചെക്കൻ അസലായിട്ട് കളിക്കുന്നുണ്ട്. മാഷേ, ഈ പെമ്പിളേര് കളിക്കുന്ന ഡാൻസൊക്കെ ഇവൻ കളിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും? എനിക്കത് താല്പര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പൈസ പിടിച്ചോ, ഞാൻ ഇറങ്ങാണേ. ആ ചെക്കൻ്റെ ഒരു കോപ്രായങ്ങള്. രാജു, നീ എന്ത് നോക്കിയൊക്കെ ആ ടേബിൾ ഉടച്ചേ? ശരി സാർ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അവരെ വായി നോക്കി നിന്നോളും. അവൻ്റെ ഒരു ഡാൻസ്. എടാ ടേബിൾ ഉടക്കാൻ. ശരി ചേട്ടാ. നീ ടി വി ഓഫ് ചെയ്തേ. അവനവിടെ അവനകത്ത് പഠിക്കണ്ട്. എന്തിനാ ചേട്ടാ കാര്യം? ഞാൻ നിന്റെ സജീവ് മാഷിനെ കണ്ടിരുന്നു. നീ എന്തിനാ സ്റ്റോറിൽ കയറിയേ? സ്റ്റോറിലോ? പറയാനുള്ള നുണയൊന്നും ആലോചിക്കണ്ട, സത്യം പറഞ്ഞാ മതി. മോനെ നീ വല്ലതും എടുത്തോ അവിടുന്ന്? ഞാനൊന്നും എടുത്തില്ല അമ്മേ. അടിച്ചതിന്റെ കാരണം പൊളിക്കും ഞാൻ. എന്താ കാണിക്കണേ? മര്യാദക്ക് പറഞ്ഞോ. നീ കക്കാനൊന്നല്ല, ഞാൻ ചെലങ്ക നോക്കാൻ കയറിയതാ. എന്തിനാണോ നിനക്ക് ചെലങ്ക? എന്തിനാന്ന്? കാലിക്കെട്ടി ഡാൻസ് കളിക്കാൻ, അല്ലാതെ എന്തിനാ? പ്രബലം, ഇവന് പ്രാന്താണ്. സ്റ്റോർ റൂമിൽ കയറി ചെലങ്കട്ടി ഡാൻസ് കളിക്കരുത് അവൻ. അതിനെന്താ?
അതിനെന്താന്നോ നിന്നെ? അയ്യോ തല്ലല്ലേ. പിന്നെ പിന്നെ ഇവരൊക്കെ എന്താ ചെയ്യണ്ടേ? നിനക്ക് ഭരതനാട്യം തന്നെ പഠിക്കുന്നത് എത്ര വാശി? അപ്പൊ അച്ഛനും ഉണ്ടല്ലോ വാശി ഞാൻ ഭരതനാട്യം പഠിക്കണ്ടെന്ന്. എടാ തർക്കുത്തരം പറഞ്ഞോ. രാജേട്ടാ എന്ത് കഷ്ടായത്. അവനാണുങ്ങൾ പഠിക്കാൻ എന്തെല്ലാം പഠിക്കാം. എന്തിനു ഭരതനാട്യം തന്നെ? അപ്പൊ ആണുങ്ങൾ ഭരതനാട്യം കളിക്കുന്ന അച്ഛൻ കണ്ടിട്ടില്ലേ? ഉവ്വടാ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. പിന്നെ നാട്ടുകാരാണല്ലോ എന്നെ നടത്തം പഠിപ്പിക്കുന്നത്. ആദ്യം നീ നിർത്തണ്ട. നാക്കണ്ട ഇവന് ഞാൻ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഞാൻ അവനോട് സംസാരിച്ചോളാം. ഉവ്വ, നീ ഇവിടെ സംസാരിച്ച് പഠിപ്പിച്ചാണ് അവനോട് ഛർദ്ദിച്ചേ. ആ ഇനിയിപ്പൊ എന്റെ മെക്കിട്ട് കേറിക്കോ. ഞാൻ പറയണ കേക്ക് രാജേട്ടാ, ഇങ്ങോട്ട് വാ. കയ്യിന്ന് വിടറി. എന്റെ മോനെ, നീ ഇതുപോലത്തെ ഓരോന്ന് ഒപ്പിച്ചിട്ടല്ലേ അച്ഛന് ദേഷ്യം വരണേ. എന്തിനാടാ ഇങ്ങനെ ചെയ്യണേ? സാരല്ല, എന്റെ പൊന്നുമോൻ കരയണ്ട. പോട്ടേട്ടാ, അകത്തങ്ങാനും പോയിരിക്കും. കരയണ്ട, ചെല്ല്. കുട്ടികളെ, ഞാൻ പറഞ്ഞതെല്ലാം എടാ ആദി, എനിക്ക് ഓൺലൈൻ ക്ലാസ് നടക്കാ. നീ ഇവിടെ ഒന്ന് കരയല്ലേ. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ ഓഫ് ചെയ്യട്ടെ. എടാ ആദി പ്ലീസ്, സാറ് കണ്ട ഭയങ്കര പ്രശ്നം. നീ അപ്പുറത്ത് പോയിരിക്കേ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? പാർവതി ആണോ? അത് സർ, അനിയൻ വന്നിരിക്ക. അത് കാരണം ഞാൻ ക്യാമറ ഓഫ് ചെയ്ത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. കുഴപ്പമില്ലല്ലോ കൊച്ചേ, അനിയൻ ഇരിക്കട്ടെ. നീ പഠിക്കുന്ന ഡാൻസ് അവൻ കാണണ്ടേ? കണ്ട ഓക്കേ, സാറിന് ഞാൻ കുഴപ്പമില്ലല്ലോ, പറഞ്ഞു പിന്നെ നിനക്കെന്താ ഇവർ കുഴപ്പം? പല സംസ്ഥാനങ്ങളിൽ ജീവിച്ചിരുന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, കേരളം. എന്നിട്ട് രാജകുടുംബത്തിൽ നിന്നുപോലും ഇവർ പെൺകുട്ടികളെ ദേവന് സമർപ്പിച്ചിട്ടുണ്ട്. ഇവര് ഇച്ചിരി സൗണ്ട് കൂട്ടിടി, എനിക്ക് കേൾക്കുന്നില്ല. ശാസ്ത്രവും സൗണ്ട് ഒക്കെ ഉണ്ട്. വളരെ വലിയ നിലയിൽ പഠിച്ചു വന്നവരാണ്, അറിയാമോ? ദേവദാസികൾക്ക് രാജദാസികൾ എന്ന് പോലെ ഒരു പേരുണ്ടായിരുന്നു, അറിയാമോ പാർവതി? ഓ കേട്ടിട്ടുണ്ട് സർ. പിന്നെ പോടാടുന്നു. എന്നോടാണോ അച്ഛൻ പറയുന്നേ? അല്ല സർ, ഇവിടെ പറഞ്ഞതാ. ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു. സമാധാനമല്ല നിനക്ക്. അതുകൊണ്ട് എല്ലാരും പഠിച്ചോണ്ട് വരണം. ഉത്തരം പറയാത്തവരെ അരമണ്ഡലത്തിൽ ഇരുത്തി നാട്യാരംഭത്തിൽ ചെയ്യിപ്പിക്കും. മനസ്സിലായ കുട്ടികളെ? ഇനി നീ എന്തിനാണ് ചിരിക്കണേ? അല്ല, അടുത്ത ക്ലാസ്സിൽ എന്റെ അവസ്ഥ ആലോചിച്ച് ഞാൻ ചിരിച്ചു. ഞാൻ നിന്റെ പോയേ. ഓക്കെ, ആദി മോനെ, ദേ മംഗലാപുരം പോയി. ഇനി നേരം വൈകണ്ട മോനെ. വായോ, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം. എനിക്ക് വേണ്ട. ദേ അച്ഛന് നല്ല വിഷമമുണ്ട്. അപ്പൊ എന്റെ വിഷമോ? അതാർക്കും മനസ്സിലാവില്ല. സാരല്ലടാ, അച്ഛനല്ലേ അടിച്ചത്. എന്റെ മോൻ അത്താഴപ്പട്ടിണി കിടക്കാതെ വാ. വേണ്ടെന്നല്ലേ പറഞ്ഞ? എല്ലാരും കൂടി എന്നെ കള്ളനാക്കി. ഭരതനാട്യം പഠിക്കാനല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ചേച്ചി പഠിക്കുന്നുണ്ടല്ലോ, അപ്പോഴോ? നിന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലോ. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഭരതനാട്യം, നിന്നെ വെസ്റ്റേൺ ഡാൻസ് പഠിപ്പിക്കാന്ന് അച്ഛൻ പറഞ്ഞതല്ലേ. പിന്നെന്താ പ്രശ്നം? അത് മാത്രല്ല മോനെ, നീ ഭരതനാട്യം പഠിച്ചാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്ന അച്ഛൻ പറയണേ. അമ്മ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ സ്വഭാവം എങ്ങനെ മാറുക? അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. മോനിപ്പോ വന്നേ, അച്ഛൻ നിന്നെ കാത്തിരിക്കുക. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കട്ടെ, ഞാൻ ഉറങ്ങാൻ പോവാ. എടാ, നിനക്ക് ഭരതനാട്യം പഠിക്കണ? ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാ. പക്ഷെ ഒരു ക്ലാസ്സിന് ഞാൻ 200 രൂപ ചാർജ് ചെയ്യും. പറ്റോ? അമ്മേ, ഇവളോടൊന്നും ചൊറിയാണ്ട് പോവാൻ പറഞ്ഞേ. പിന്നെ നിന്നെ ചൊറിയില്ലല്ലേ എനിക്ക് പണി. ഡി മതി, നിർത്ത്. അമ്മ ഫാനൊന്ന് ഓണാക്കണേ. നീ രണ്ടും കൂടി തല്ലു പിടിക്കണ്ട. ആരാത്? ആരാന്ന്? நான் யாருன்னு உனக்கு தெரியணுமா? இல்ல நீ யாருன்னே உனக்கு தெரியாதா? ഇത് തമിഴല്ലേ? അപ്പൊ നിങ്ങൾ തമിഴ്ത്തിയാ? அட, நீ இப்போ என்ன பத்தி தான் கேக்குற. എന്ത്? உனக்கு நாட்டியம் கத்துக்கணும்னு ஆசை, சரிதானே? അതെ, ഭരതനാട്യം കറക്റ്റ്. அதுக்கு முதல்ல என்ன தேவைன்னு தெரியுமா? ഇല്ല. நிறைய சகன சக்தி தேவை. உங்க அப்பா ஒரு அடி அடிச்சதுக்கே இவ்ளோ அழறியே. நாங்கெல்லாம் வாழ்க்கையில எவ்வளோ கஷ்டப்பட்டவங்க தெரியுமா? എന്റെ പൊന്നു തമിഴ്ത്തി ചേച്ചി, എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ശരിക്കും ആരാ? നിദാനമാ ഗവനിച്ച് കേള്, அப்ப எல்லாம் புரியும். ഗവനിക്കേ എന്ന് വെച്ചാ? அப்படின்னா ശ്രദ്ധിച്ച് കേൾക്കണം. என்ன புரிஞ்சுதா? ദേ മലയാളം ഇപ്പൊ പുരിഞ്ചു. ஆஹா,
இப்ப கொஞ்சம் கொஞ்சமா புரியுது அப்படித்தானே? നിങ്ങളുടെ ഈ ശബ്ദം എൻ്റെ അമ്മേൻ്റെ ശബ്ദം പോലെ ഉണ്ട്. നിങ്ങൾ ശരിക്കും ആരാ? എവിടെയാ സ്ഥലം? நானா? நான் ஒரு ராஜகுமாரி, தஞ்சை ராஜராஜ சோழனோட ஒரே மகள். எங்கள் மாமன்னன் ராஜராஜ சோழன் நல்வாழ்வு வாழ்க. வந்த விஷயத்தை கூறுங்கள். அரசே, தஞ்சை பெரிய கோவிலிலிருந்து தலை தேவதாசி வந்துள்ளார். உள்ளே வரச் சொல்லுங்கள். மாமன்னரே, தங்களின் வாக்குப்படி தங்கள் புதல்வியை தேவதாசி ஆக்க வேண்டும். அவருக்கு பொட்டு குத்தி கோவிலுக்கு அழைத்து செல்ல வந்துள்ளேன். நாம் அதை மறக்கவில்லை. வரும் வெள்ளிக்கிழமை அன்று பொட்டுக்குத்து விழாவை வைத்துக் கொள்ளலாம். அப்படியே ஆகட்டும். രാജകുമാരിയോ? എന്താ രാജകുമാരിയുടെ പേര്? எனக்கு ஒவ்வொரு ஊர்லயும் ஒவ்வொரு பேரு. இதுக்கெல்லாம் ஒரே அர்த்தம், தேவதாசி. ആ ദേവദാസി. ക്ലാസ്സിൽ മാഷ് പറയുന്ന കേട്ടിട്ടുണ്ട്. ஆனா என் நிஜமான பேரு வைஷ்ணவி. അപ്പൊ ഈ അമ്പലത്തിലൊക്കെ ഭരതനാട്യം കളിച്ചിരുന്നത് നിങ്ങളല്ലേ? பரதநாட்டியம் அதெல்லாம் இப்ப கொடுத்த பேரு தானே. எங்க காலத்துல அத சதிராட்டம்னு சொல்லுவோம். സതിരാട്ടം? അത് കൊള്ളാലോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ആണുങ്ങളൊക്കെ സതിരാട്ടം ചെയ്യാറുണ്ടോ? அதெல்லாம் ஒரு பெரிய கதை, சொல்லட்டுமா? അമ്മേ അമ്മേ അമ്മേ, ആ പറയ്. ഞാൻ ഇന്നലെ ഒരു അടിപൊളി സ്വപ്നം കണ്ട്. സ്വപ്നോ? എന്ത് സ്വപ്നം? ഞാൻ സ്വപ്നത്തില് ദേവദാസിനെ കണ്ടു അമ്മേ. ദേവദാസി പുരിഞ്ചിതാ. ഇതെന്തൊക്കെ ഈ ചക്കൻ പറയണേ? അമ്മേ, നിദാനമ്മ ഗവനിച്ച് കേൾക്കണം. എന്തൊരു ഭംഗിയായിരുന്നു അവരെ കാണാൻ. കുറേ വളകളും പൂക്കളും വലിയ പൊട്ടും കണ്ണൊക്കെ എഴുതി. അടുത്ത് വരുമ്പോ റോസാപ്പൂവിന്റെ മണ. ഓഹ് അമ്മേ, കുളിര് കോരിപ്പോയി. അയ്യോ, വല്ലാണ്ട് അങ്ങോട്ട് കുളിര് കോരണ്ട. ഇന്നലെ അച്ഛൻ്റെ നിന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. ദേ വെള്ളം നന്നായി ചൂടായി കിടക്കുന്നുണ്ട്, പോയി കുളിച്ചോ. കുളിരൊക്കെ അങ്ങോട്ട് പൊക്കോളും. ഈ അമ്മക്ക് ഞാൻ പറയുന്ന പുരിയുന്നില്ലല്ലോ. ആ എന്നാ പോയി കുളിച്ചേക്കാം. ദൈവമേ, ഈ ചെക്കന് ഇതെന്ത് പറ്റി? ചേച്ചി, ആ നീയാ? എന്താടോ ഈ നേരത്ത്? ആ വെട്ടുകത്തി എടുത്ത് ചേച്ചി. വിട്ടെത്തി എന്തിനാ? വരുന്ന വഴിക്ക് നമ്മുടെ ഗോപിനെ കണ്ടിരുന്നു. ഗോപി? നമ്മുടെ അമ്പലത്തിലെ ഗോപിയില്ലേ, ആഹാ. അവനൊരു കൊലപ്പഴം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ എല്ലാം കിളിവത്തി പോവാണല്ലോ. എടാ എന്നാലും ചേട്ടനോടൊന്നും ചോദിക്കണ്ട. ആളിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം, ഒന്നും കുഴപ്പമുണ്ടാവില്ല. എന്നാ പിടിക്ക്. ഓ, ഇടുത്തപ്പോ മൊത്തം മഴ പറഞ്ഞേട്ടോ. ഇതൊക്കെ ഞാൻ വേഗം ഒന്ന് വെട്ടിയിറക്കിയിട്ട് വരാം. സുരേഷേ, അത് കഴിയുമ്പഴേ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ചേച്ചി? ആദിയുടെ കാര്യടാ. ആദിയുടെ കാര്യോ? അവനെന്താ പറ്റിയേ? കുറച്ചു നാളായി അവന്റെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ചേച്ചി കാര്യം വെച്ചാ പറ. എടാ, ഭരതനാട്യം പഠിക്കണം എന്നുള്ള വാശിയിൽ തന്നെ ചെക്കൻ പഠിപ്പിക്കില്ലെന്ന് ചേട്ടനും. ഇന്നാൾ ഇതും പറഞ്ഞ അവനൊരു അടിയും കിട്ടി. അത് പിന്നെ പോട്ടേന്ന് വെക്കാം. ഈയിടെയായിട്ടേ കാലത്ത് എണീറ്റ് വന്നു കഴിഞ്ഞാല് തമിഴിലടാ അവൻ സംസാരിക്കണേ. തമിഴാ? അതാ ചെക്കന്മാര് സ്വപ്നം കണ്ടതാവും. അതേടാ, സ്വപ്നം തന്നെ. ഏതോ പെണ്ണിനെ കുറിച്ചൊക്കെ ഇവിടെ ഇരുന്ന് പറയാറുണ്ട്. ഞാൻ അധികമൊന്നും ചോദിക്കാൻ പോവാറില്ല. നമ്മള് വളം വെച്ചു കൊടുക്കണ പോലെ ആവില്ലേ? എന്താ തമിഴൊക്കെ? പോരാത്തിനൊരു പെണ്ണും. ഓ, ആ പെണ്ണിന്റെ രൂപം വർണ്ണിക്കണ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ നേരിട്ട് കണ്ട പോലെയാ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഈ ഭരതനാട്യം ഈ സ്വപ്നം തമ്മിൽ ഇപ്പൊ എന്താ ബന്ധം ഇവിടെ? അതല്ലേ പ്രശ്നം. ഭരതനാട്യം കളിക്കുന്ന ഏതോ ദേവദാസി എന്നാണ് ഇവൻ പറയണത്. അവര് ചെലങ്കിട്ടിട്ട് വരുന്നുണ്ടെന്നോ ഇവനോട് തമിഴില് സംസാരിക്കുന്നുണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഈ ഭരതനാട്യത്തിന്റെ കാര്യത്തില് ഞാൻ അളിയനോടൊപ്പം. അളിയനോട് ഞാൻ പണ്ടേ പറഞ്ഞതാ അവനെ വല്ല ജിമ്മിൽ വിടാൻ. ജിമ്മൊക്കെ അവിടെ നിക്കട്ടെ, ഇവന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താ ചെയ്യാ? പെണ്ണിനെ കണ്ടത് പോട്ടെ, അതവന്റെ പ്രായത്തിന്റെ നോക്കാം. പക്ഷെ തമിഴ് പറയുന്നതാണ് എനിക്ക് സംശയം. ഇനി വല്ല... അതേടാ, അതെന്നെ എന്റെ സംശയം. അവളുടെ മുടി മുതൽ കണങ്കാല് വരെ വർണ്ണിക്കണത് കേക്കണം, അതും തമിഴില്. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ ശിവൻ ജോൾസിനായിട്ട് ബെസ്റ്റ്. ചെക്കനെ നമുക്ക് അവിടെ കൊണ്ടുപോകാം.
എന്നാ പിന്നെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ അപ്പൊ തന്നെ പോവാ. ആ അതാ നല്ലത്. പിന്നെ ഈ വക കാര്യങ്ങളൊന്നും അളി അറിയണ്ടാട്ടാ. അയ്യോ ഞാനായിട്ട് പറയില്ല. ഇനി സ്നേഹം കൂടുമ്പോ നീ പറയാണ്ടിരുന്നാ മതി. ഈശ്വര, 10 താഴെ ഒരക്കം പറഞ്ഞേ. 8. ഇഷ്ടപ്പെട്ട നിറം ചുവപ്പ്. ചുവപ്പ്. ഇടത്തെ ചെവിയുടെ താഴെ ഒരു മറുകുണ്ടോ? ഉണ്ട്. സൂര്യാംശസ്ഥാനം. ശുക്രാംശസ്ഥാനത്ത് ശനി. കർമ്മ ഐശ്വര്യത്തിൽ വ്യാഴം. കുടുംബദുരിതത്തിന്റെ ഫലം കൊണ്ടാണ് ഇതിപ്പോ വന്നു കൂടിയിരിക്കുന്നത്. ഇവന്റെ ജന്മസമയം നല്ലതാണ്, പക്ഷേ കുടുംബദുരിതത്തിന്റെ ഭാവം കൊണ്ട് മങ്ങലുണ്ടാവുന്നു. പേടിക്കണ്ട, ഇത് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒന്ന് എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുന്നു. ഒരു കാര്യം ചെയ്യൂ, കൂടെ വന്നവരൊന്ന് പുറത്തു വരുന്നോളൂ. ആ ഞാൻ ഇവനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കട്ടെ. വാ ചേച്ചി, നമുക്ക് പുറത്തിരിക്കാം. അപ്പോ പറഞ്ഞോളൂ, എന്താ താൻ കണ്ടത്? ഞാനൊരു സ്വപ്നം കണ്ടു. അതിനിപ്പോ എന്താ കുഴപ്പം? ഏയ് പ്രശ്നമൊന്നുമില്ല. അവള് തമിഴിലാണോ സംസാരിച്ചത്? അതെ, തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ് അവരുടെ സ്ഥലം. അവരെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? തലയിൽ മുഴുവൻ പൂക്കളും വലിയ പൊട്ടും കണ്ണൊക്കെ എഴുതി കുറെ മാലയും വളയും പട്ടുസാരിയൊക്കെ എടുത്ത് മൈലാഞ്ചിയൊക്കെ ഇട്ട് അവരെ കാണാൻ അത്രയും ഭംഗിയുണ്ടായിരുന്നു. പുരിഞ്ചിതാ. ഇതെന്താ തമിഴോ? ദേവദാസികൾ കോവിൽ താ താമസിച്ചിരുന്നത്. அவங்க கடவுள் முன்னாடி தான் பரதநாட்டியம் കളിക്കും. കളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. அந்த காலத்துல இத சதிராட்டம்னு சொல்லுவாங்க. அங்க ஆண் பெண் வித்தியாசம் ஒன்றும் இல்ல. ഇല്ല അറിയാം, മതി, മനസ്സിലായി. ஆனா இங்க அப்பா சம்மதிக்க மாட்டாரு. ദൈവമേ, കയ്യിന്ന് പോയോ? അത് എപ്പടി ശരിയാകൂ? ഇല്ല, ശരിയാവില്ല. നിർത്ത്. അവൻ തമിഴൊക്കെ പറഞ്ഞു തുടങ്ങി. പ്രശ്നമാവോ? ചേച്ചി അതൊന്നും പേടിക്കണ്ട, അതൊക്കെ നമ്മുടെ ശിവൻ ജോത്സ്യൻ ശരിയാക്കി തരും. മോനെ, നീ പുറത്തേക്ക് പൊക്കോളൂ. കൂടെ വന്നവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എന്തായി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോത്സ്യര് അവന്റെ അമ്മാവനല്ലേ? ഇരിക്കി. അതെ, അവന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അയ്യോ, എന്താണെന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ദേവദാസിയാണെന്ന് പറയണു, തമിഴില് സംസാരിക്കണു. അവൻ എന്തോ മാനസിക പ്രശ്നം ഉള്ളതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം നല്ലതാ. ബെസ്റ്റ്. അല്ല മക്കളെ, ഇതുവരെ ഉറങ്ങിയില്ലേ? ആ കുന്ത്രണ്ടൊക്കെ അടച്ചു വെച്ച് ഉറങ്ങാൻ നോക്ക്. അതെ, പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ പോയ കാര്യം അച്ഛനോട് പറയരുതട്ടാ. ഞാനൊന്നും പറയുന്നില്ല. ഡി, നിന്നോടും കൂടിയാ. അറിയാ. അമ്മ ഫാനൊന്നും ഓണാക്കോ? നിനക്ക് എണീറ്റ് വന്ന് ഇട്ടാലെന്താ? அட வந்துட்டியா? நான் உன்னைத்தான் எதிர்பார்த்துட்டு இருந்தேன். ஏன்னா நீ வருவேன்னு எனக்கு கண்டிப்பா தெரியும். എനിക്കിവിടെ മടുത്തു. என்ன ஆச்சு? அப்பா மறுபடியும் திட்டினாரா? തെറ്റിനാര്? அப்படின்னா உங்க பாஷையில வழக்கு പറഞ്ഞാരാ? എന്നെ ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ല, നിനക്കൊഴികെ. சரி சரி, அதெல்லாம் இருக்கட்டும். அன்னைக்கு ஒரு கேள்வி கேட்டியே, அது என்ன ஞாபகம் இருக்கா? ആണുങ്ങൾ ഭരതനാട്യം കളിക്കുന്നതിനെ പറ്റിയല്ലേ? ஆமா, பரதநாட்டியம் முதல்ல சொல்லி கொடுத்ததே ஆம்பளைங்களுக்கு தான். அந்த நாட்டியத்துக்கு இன்னும் அழகு சேர்க்கத்தான் பொண்ணுங்களுக்கே சொல்லி கொடுத்தாங்க. புரிஞ்சுதா? അപ്പോ ഭരതനാട്യം പെണ്ണുങ്ങളുടെ മാത്രം ഡാൻസ് അല്ല അല്ലേ? கிடையவே கிடையாது. நீ எதுக்கு அங்க இவ்ளோ கஷ்டப்படுற? என் கூட ஏன் உலகத்துக்கு வந்துடுறியா? உனக்கும் நாட்டியம் கத்துக்கலாம். എന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഭരതനാട്യം അടക്കം എല്ലാ ഡാൻസും പഠിക്കണം, എല്ലായിടത്തും പോയി കളിക്കാനും പറ്റണം. അങ്ങനെ 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 ലോകം അറിയുന്ന വലിയൊരു കലാകാരനാണ്. அதுக்கு என்ன, அதெல்லாம் எங்க உலகத்துல நடக்கும். என் கூட வந்து பாரு, ஒரு கலைஞனுக்கு எவ்வளவு மரியாதை கிடைக்கும்னு. என் கூட வந்தாதான் உனக்கு புரியும். ഞാനെങ്ങനെയാ വരിക? அப்படியே எழுந்திருச்சு நேரா நடந்து வா. நேரா அப்படியே வா. വരിക. அந்த ரயில்வே ட்ராக்கை தாண்டி வந்துட்டா உன் பிரச்சனை எல்லாம் முடிஞ்சிரும். சீக்கிரம் காலை எடுத்து வை. ഞാൻ വരാം നിങ്ങളുടെ ലോകത്തേക്ക്. வா கண்ணா, நான் தானே கூப்பிடுறேன்.
എന്താ എന്താ ഇവിടെ എല്ലാവരും ഇവരെന്താ ഇവിടെ കിടക്കണേ? എന്ത് സംഭവിച്ചേ? അവനെ ഭരതനാട്യം പഠിപ്പിക്കാത്തോണ്ടവൻ ചാവാൻ പോയതാ. എന്റെ ദൈവമേ, എന്റെ പൊന്നു മോനെ, ഞാനൊന്ന് വഴക്ക് പറഞ്ഞു പറഞ്ഞ് നീ ഇങ്ങനെയാണോ ചെയ്യണേ? എനിക്ക് ആരാടാ പിന്നെ ഉള്ളത്? ഒച്ചെടുക്കാണ്ടിക്ക്, എല്ലാരും ഒച്ചെടുക്കാണ്ടിക്ക്. ഒന്നേ വീട്ടിലേക്ക് വാ, നാട്ടാരും അറിയണ്ട. വാ വീട്ടിലേക്ക് വാ. ഇതാണ് ഡോക്ടറെ നടന്നത്. ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ രണ്ടുപേരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആദിത്യൻ്റെ ഈ ഒരു പ്രായം അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രായമാണ്. തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളെ എതിർക്കുക എന്നുള്ളത് ഈ പ്രായക്കാരിൽ സർവ്വസാധാരണമാണ്. ODD അഥവാ ഓപ്പോസിഷണൽ ഡിഫിയൻറ്റ് ഡിസോർഡർ എന്നാണ് അതിന് പറയുക. ഇതൊരു അസുഖമൊന്നുമല്ല. ഭരതനാട്യം പഠിക്കാനുള്ള അവൻ്റെ അതിയായ ആഗ്രഹത്തെയാണ് നിങ്ങളെല്ലാവരും കൂടി എതിർത്തത്. ഈ സാഹചര്യത്തിൽ അവൻ്റെ ചേച്ചിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് കേട്ട ദേവദാസി എന്ന പൗരാണിക കഥാപാത്രത്തെ അവൻ കൂടുതൽ അറിയാൻ തുടങ്ങി. വൈഷ്ണവി എന്ന പേരിൽ തൻ്റെ ഉപബോധ മനസ്സിലൊരു സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവന് ആശ്വാസം നൽകുന്ന ഈ കഥാപാത്രം അവനെ സ്വപ്നങ്ങളിലൂടേക്ക് നിയന്ത്രിക്കാൻ തുടങ്ങി. വിക്ടോഫീലി എന്നാണ് ഈ അവസ്ഥയുടെ പേര്. ഡോക്ടർ, എന്റെ മോന്റെ ഈ രോഗം ചികിത്സിച്ചാൽ മാറില്ലേ? ഇതൊരു മാനസികാവസ്ഥ മാത്രമാണ്, രോഗമൊന്നുമല്ല. പക്ഷേ ഇത്തരം സാങ്കല്പിക കഥാപാത്രങ്ങളോട് പ്രണയം തോന്നുന്ന അവസ്ഥ പോലും ഉണ്ടാവും. അപ്പോഴാണ് അത് മാനസിക രോഗാവസ്ഥയിലേക്ക് കടക്കുന്നത്. ഡോക്ടറെ, ഈ ഭരതനാട്യം എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ ഡാൻസാണ്. ഇവനൊരാണല്ലേ? രാജേന്ദ്രൻ, ഒരു കലയും ആണിൻ്റെയും പെണ്ണിൻ്റെയും കുത്തകയൊന്നുമല്ല. ഏത് കലയും ആർക്കും പഠിക്കാം. നിങ്ങളുടെ ഈ മൂഢമായ സങ്കല്പത്തെയാണ് അവനെ എതിർത്തത്. നിങ്ങൾക്കറിയോ, ഞാനൊരു മോഹിനിയാട്ട കലാകാരനാണ്. എത്രയോ വേഷങ്ങൾ കെട്ടിയാടിയിട്ടുണ്ട്. നിങ്ങളുടെ മകൻ ആദിത്യൻ, അവൻ മിടുക്കനാണ്. തീർച്ചയായും അവൻ ഉയരങ്ങൾ കീഴടക്കും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അമ്മേ, അപ്പോ എനിക്കിനി ഭരതനാട്യം പഠിക്കാമല്ലോ അല്ലേ? അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ അമ്മ ശ്രമിക്കാടാ. നീ ഇപ്പൊ അതൊന്നും ചിന്തിക്കണ്ട. എന്റെ മോൻ ഉറങ്ങാൻ നോക്ക്. അമ്മ പോകുമ്പോ ഫാനൊന്നും ഓണാക്കണേ. அடடா, இது யார் வந்திருக்கான் பாரு. என்னமோ சொல்லணும் போல இருக்கே. என்கிட்ட என்ன வைக்கும் சொல்லு கண்ணா. அது எப்படி சொல்றதுன்னு தெரியாது. எனக்கு உங்க மேல, என் மேல, உங்க மேல ഈ റേഡിയോ നാടകാവിഷ്കാരത്തിന്റെ കഥാപാത്രങ്ങളും അണിയറയിൽ പ്രവർത്തിച്ചവരും: ആദിത്യൻ വിഷ്ണുദേവ് സുരേഷ്, ദേവദാസി ആരതി പ്രജിത്ത്, പാർവതി ആദ്യ പ്രജിത്ത്, പ്രബല ആരതി പ്രജിത്ത്, രാജേന്ദ്രൻ പ്രജിത്ത് രാമകൃഷ്ണൻ, തോമസ് ഏട്ടൻ വിനോദ് കുമാർ, സജീവൻ മാഷ് കമലകുമാർ, ഡോക്ടർ കൃഷ്ണനുണ്ണി, സുരേഷ് സതീശൻ തറ്റാട്ട്, ശിവൻ ജോത്സ്യൻ വസന്തൻ പൊന്നാനി, ഓൺലൈൻ ടീച്ചർ ഡോക്ടർ സൂസാഡിമ സൂസൻ, തഞ്ചൈ രാജരാജ സോഴൻ അനുമോദ്, തലൈ ദേവദാസി ഹിത അനുമോദ്, രാജു രതീഷ് കുമാർ, ചായക്കടയിലെ ആളുകൾ ഗോപാൽ സിദ്ദിഖ് സിറാജ്, കൊട്ടാരം കാവൽക്കാരൻ വിമൽ കുമാർ മണി, ഗാനരചന ആരതി പ്രജിത്ത്, നാടകരചന ആരതി പ്രജിത്ത്, പ്രജിത്ത് രാമകൃഷ്ണൻ, വിനോദ് കുമാർ, ഗാനാലാപനം രന്യ കൃഷ്ണൻ, ആരതി പ്രജിത്ത്, പശ്ചാത്തല സംഗീതം, സംഗീത സംവിധാനം, ശബ്ദ മിശ്രണം, ശബ്ദ സന്നിവേശം, ഫോളി സൗണ്ട് ഇഫക്ട്സ്, എഡിറ്റിംഗ് പ്രജിത്ത് രാമകൃഷ്ണൻ, അറോറ സ്റ്റുഡിയോ.